സ്വന്തമായ ഒരു ലംബോർഗിനി കാർ നിർമ്മിച്ച് താരമായിരിക്കുകയാണ് കണ്ണൂർ മാവിലായി സ്വദേശി സരിൻ. ഒരു വർഷമെടുത്താണ് സരിൻ തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സരിന്റെ ലംബോർഗിനി സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ആ വീഡിയോ ഏത് കാറ് പ്രേമിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷം നൽകുന്ന വീഡിയോ ആണ്. ആ വീഡിയോയ്ക്ക് പിന്നിലുള്ള നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന കാറ് ഉണ്ടാക്കിയ ആളാണ് നമുക്കിപ്പോൾ സരിൻ അല്ലേ? എന്താണ് ഈ കാറിന്റെ വിശേഷങ്ങൾ ആദ്യം പറയാം. വിശേഷങ്ങൾ എന്ന് പറയാൻ ഇതിപ്പോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ആണ് ഇത്ര മാത്രം വൈറലായപ്പോ ഒരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെ തന്നെ. എന്ത് പറയണമെന്ന് മനസ്സിലാകുന്നില്ല. എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ചെറിയ മിനിയേച്ചേഴ്സ് എല്ലാം ആദ്യം തുടങ്ങിയത്. ഒരു 7ാം ക്ലാസ് ആ ഒരു സമയത്താണ് ഈ മിനിയേച്ചേഴ്സ് ആക്കി തുടങ്ങിയത്. അതിൻ്റെ അകത്തുനിന്ന് പിന്നെ അത് വലിയ വലിയ വണ്ടികളാക്കി പിന്നെ അതൊക്കെ ബൈക്കിൻ്റെ അകത്തായി, പിന്നെ അത് കാറിൻ്റെ അകത്തേക്കായി, പിന്നെ യൂട്യൂബ്സിൻ്റെ അകത്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. എത്ര സമയം എടുത്ത് ഇത് ഉണ്ടാക്കിയെടുക്കാൻ? ഇതിപ്പോൾ ഒരു വർഷം പൂർത്തിയാണ്. കാരണം കഴിഞ്ഞ കൊല്ലം ജനുവരിയിലായിരുന്നു ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ജനുവരിയിൽ കംപ്ലീറ്റ് ആയി. ഫെബ്രുവരി 1-ാം തീയതി ആയിരുന്നു മുഴപ്പിലങ്ങാട് ബീച്ചിൽ വെച്ചിട്ട് റിവീലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് വന്ന ഒരുപാട് കൗതുകം ഉണ്ടല്ലേ? ലംബോർഗിനിയുടെ എഞ്ചിൻ ഏതിൻ്റെതാണെന്ന് നാനോയുടെ എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നാനോയുടെ എഞ്ചിനും ചേസിന്റെ ചെറിയൊരു പോർഷനും, ബാക്കിയൊക്കെ GIയിലും മെറ്റൽ ഷീറ്റിലും ഫൈബറിങ് ചെയ്തിട്ടൊക്കെയാണ് ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ ചെയ്തെടുത്തത്. ഇതിന്റെ ഈ സൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്തത്? ആൾട്രേഷൻ ചെയ്തെടുത്തതാണ്. എല്ലാം GIയിലും മെറ്റലിലും ഷീറ്റും ഇതിലൊക്കെ തന്നെ. പക്ഷെ നമുക്കിത് റോഡിൽ ഓടിക്കാൻ പറ്റില്ല. അതേ ഒരു വിഷയമുള്ളൂ, റോഡിൽ ഓടിക്കാൻ പറ്റില്ല. നമുക്ക് ഈ കേരളത്തിൽ നമുക്ക് ഇതിങ്ങനെ അറിയാലോ, പൊതുവെ ആൾട്രേഷനും മോഡിഫിക്കേഷനും ലീഗലല്ല. ഈ വീഡിയോ വലിയ രീതിയിൽ ഇപ്പോൾ വൈറലാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വലിയ രീതിയിൽ വൈറലാണ് ഈ വീഡിയോ. ഇത് കണ്ട ആളുകളൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? ഇഷ്ടം പോലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. ആരും ഒരു മോശം ഇതുവരെ പറയാനുണ്ടായിട്ടില്ല. ഇതിൻ്റെ സാറിന് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അതിനിടയിലാണോ? ഇത് എങ്ങനെയാണ്? ഞാനിപ്പം ടാറ്റു സ്റ്റുഡിയോ വർക്ക് ചെയ്യാണ്. സ്വന്തമായിട്ടുള്ള സ്റ്റുഡിയോ ആണ്. പെരളശ്ശേരി അമ്പലനടയിലായിരുന്നു സ്റ്റുഡിയോ. അങ്ങനെ ഈ ഇത്തരത്തിലുള്ള മോഡിഫിക്കേഷൻ ഒക്കെ ഇനിയും നടത്തി ഇങ്ങനെ വണ്ടികളിൽ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. ഇതിപ്പം ഒരു പാഷന്റെ പുറത്ത് ഇങ്ങനെ ചെയ്തതല്ലാണ്ട് ഇതുമായിട്ട് മുന്നോട്ട് എനിക്ക് കുറെ ഓഫേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ കമ്പനീസിൽ നിന്നും കാര്യങ്ങളൊക്കെ. ഞാനിത് ഉണ്ടാക്കി ഒരു 3/4 ഭാഗത്തോളായപ്പോൾ തന്നെ യൂറോപ്പിൽ നിന്ന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കൊല്ലത്തുള്ള ഒരു അജിത്ത് എന്നുണ്ട്. പുള്ളിക്കാരൻ്റെ അണ്ടറിൽ എന്നോട് കുറച്ച് വരാൻ താല്പര്യമുണ്ടോ ചോദിച്ച് ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അവരുമായിട്ട് ഇപ്പൊ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. വാഹന കമ്പനിയാണ്. ഏതായാലും സരിന്റെ ഈ ഒരു ക്രിയേറ്റിവിറ്റിയും ഒപ്പം തന്നെ ഒരു സ്വപ്നമായിരുന്നു ശരിക്കും ഇങ്ങനെ ഒരു വാഹനം നിർമ്മിച്ചെടുക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഒരു വർഷമാണ് അധ്വാനിച്ചത്. ആ അധ്വാനമാണ് നമ്മൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിൽ വെച്ച് അത് റിവീൽ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി കഴിഞ്ഞ ഒരു വീഡിയോ കൂടിയാണത്. അതിന്റെ വിശേഷങ്ങളും സരിന്റെ വിശേഷങ്ങളുമാണ് കണ്ടത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.